വ്യോമസേന പൈലറ്റിനെ പാകിസ്ഥാൻ പിടികൂടിയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിലും പാക് അനുകൂല സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തയാണിത്. എന്നാൽ പാകിസ്ഥാന്റെ നുണപ്രചാരം പൊളിച്ച് ഇന്ത്യ രംഗത്തെത്തി. मेरी दोस्त है वो मेरी सही भी है वाह नवीला सही है वो ഇതാണ് സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാൻ വ്യാപകമായി പ്രചരിപ്പിച്ച വീഡിയോ. ഇന്ത്യയുടെ വനിതാ വ്യോമസേന പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ ശിവാനി സിംഗ് തങ്ങളുടെ പിടിയിലായെന്ന അവകാശവാദവുമായാണ് പാകിസ്ഥാൻ നുണപ്രചാരണം നടത്തിയത്. സോഷ്യൽ മീഡിയയ്ക്ക് പുറമെ മാധ്യമങ്ങളിലടക്കം വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. പാക് അധിനിവേശ കശ്മീരിന് മുകളിലൂടെ പറന്ന വിമാനം വെടിവെച്ചിട്ടെന്നും അതിലുണ്ടായിരുന്ന വനിതാ പൈലറ്റിനെ പിടികൂടിയെന്നുമായിരുന്നു പ്രചാരണം. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദമുണ്ടായിരുന്നു. എന്നാൽ വാർത്ത നിഷേധിച്ച് ഇന്ത്യ രംഗത്തെത്തിയതോടെയാണ് പാകിസ്ഥാന്റെ നുണപ്രചാരണം പൊളിഞ്ഞത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റാണ് വാർത്ത തള്ളിയത്. പ്രചരിക്കുന്നത് പഴയ വീഡിയോകളാണെന്നും PIB വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ മുൻപും പാകിസ്ഥാൻ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യ കൈയോടെ പൊളിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സംഘർഷബാധിത മേഖലകളിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികളും ജയ്സാൽമാറിൽ കുടുങ്ങിയ സിനിമാ പ്രവർത്തകരും കൊച്ചിയിൽ തിരിച്ചെത്തി. വെടിവെപ്പ് ശബ്ദങ്ങൾ കേട്ട് ഭയന്നു എന്ന് തിരിച്ചെത്തിയവർ പ്രതികരിച്ചു. രാജ്യത്തിന്റെ സംഘർഷ മേഖലകളിൽ നിന്ന് അവിടെ അകപ്പെട്ടു പോയ മലയാളി വിദ്യാർത്ഥികൾ തിരിച്ചെത്തുന്നു. അതോടൊപ്പം തന്നെ ചില സിനിമാ പ്രവർത്തകരും തിരിച്ചെത്തിയിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന വലിയ ഒരു സംഘർഷ സാധ്യതകൾക്ക് ഇപ്പോൾ അതിന് ഒരു അയവ് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം മുൻനിർത്തിയാണ് പ്രത്യേകിച്ച് ചണ്ഡീഗഡ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളടക്കം ഇവിടേക്ക് തിരിച്ചെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അവർ കേരള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഡൽഹി വഴിയുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ അത് ഉപയോഗിച്ചു. അത് മറ്റു ചിലർ നേരിട്ട് ഇവിടേക്ക് വരികയും ട്രെയിൻ മാർഗവും കാർ മാർഗവും വിമാനത്താവളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് സംസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തവരുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു ആദ്യ സംഘമാണ് ഇന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയത്. ഇവിടേക്ക് എത്തിയവരെല്ലാവരും തന്നെ വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ചില വിദ്യാർത്ഥികൾ ഇത് നേരിട്ട് ഡ്രോണുകൾ പതിക്കുന്നത് നേരിട്ട് കണ്ടവരുണ്ട്. ചിലർ ഇതൊന്നും അറിയാതെ തന്നെ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞവരുമുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവരിലും തന്നെ ഒരു സന്തോഷവും സമാധാനവുമാണ് അവരുടെ വാക്കുകളിലുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ട്രെയിൻ അവിടെ ചണ്ഡീഗഡ് വിമാനത്താവളം അടച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഇങ്ങോട്ട് എത്തും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആശ്വാസമാണ്. ചില വിദ്യാർത്ഥികൾക്ക് ചിലർക്ക് ഇത്തരം ഒരു സംഘർഷ മേഖലയിൽ നിന്ന് ഇതിൻ്റെ ഒരു ദുരിതങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്ക് കാണേണ്ടിയും വരികയും ചെയ്തു. ഇന്നലെ ഡൽഹിയിലെത്തിയത് അവിടെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പിന്നെ വീട്ടുകാരുടെ ടെൻഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്നതാ. അവിടെ ഇപ്പോഴും സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആക്കിയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നേ ഉള്ളൂ. ഏതായാലും അത് സന്തോഷത്തോടെ അവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തിരിച്ചെത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷം എല്ലാവരിലും തന്നെയുണ്ട്, ആശ്വാസം എല്ലാവരിലും തന്നെയുണ്ട്. വൈകാതെ ഈ പരീക്ഷാ കാര്യങ്ങൾക്കായി തിരിച്ച് പോകാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഇവർ. സംഘർഷ മേഖലയിൽ കുടുങ്ങിയ പലരായിട്ട് ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ ആഫ് പറഞ്ഞ പടത്തിന്റെ സിനിമ പുറത്തുവരാണ്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ജയ്സൽമീറിലായിരുന്നു ഷൂട്ട്. ഞങ്ങളൊരു കുറച്ച് ദിവസം 90 ദിവസത്തെ ഷൂട്ടിന്റെ ഇതുമായിട്ട് പോയതാണ്. 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് യുദ്ധത്തിന്റെ ആയിട്ട് വന്നത്. ഞങ്ങൾ പാകിസ്ഥാന്റെ ബോർഡർ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു 150 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിർത്തിവെച്ചിട്ട് നമ്മൾ വന്നത്. 100 മേലെ ആൾക്കാർ മേലെ ഉണ്ടായിരുന്നു. പലരും പല രീതിയിലായിട്ട് വന്നത്. ഇപ്പൊ ഞങ്ങൾ ബോംബെന്ന് ബാംഗ്ലൂർ കയറി. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തി. 2 ദിവസം യാത്ര തുടങ്ങിയിട്ട് അവിടെ നിന്ന് നല്ലോണം പേടിച്ചു. കാരണം ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഭയങ്കര സൗണ്ടും
ലൈവായിട്ട് ഇത് കാണുക പറഞ്ഞില്ല. ആരെങ്കിലും ഇടപെടൽ വലിയ രീതിയിൽ നടത്തിയോ? എങ്ങനെ അല്ല, നമുക്ക് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ പെട്ടെന്ന് വരാനുള്ളൊരു സൗകര്യം കിട്ടിയത് കൊണ്ട് പിന്നെ വരാൻ പറ്റി. ഞങ്ങൾക്കാണ് ബസ് സൗകര്യം എല്ലാം സെറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വരാം. ഇതുപോലൊരു അവസ്ഥ മുന്നുണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ലില്ല, ഇതിങ്ങനത്തെ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു. കാര്യം പൊട്ടലും ചീറ്റിലൊക്കെ ഉള്ളൊരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു ഇതുണ്ടായിരുന്നു. കാര്യം പൊട്ടലും ചീറ്റിലൊക്കെ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അതോ സേഫ് എല്ലാം തോന്നിയപ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് വരാനുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും ഓരോരുത്തരായി തിരിച്ചെത്തുകയാണ്. സംഘർഷബാധിത മേഖലയിൽ കുടുങ്ങി ഓരോരുത്തരായിട്ട് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന എല്ലാവരും വളരെ പേടിച്ചരണ്ട ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോയിരുന്നു. ഒടുവിൽ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവിടെ കുടുങ്ങിയ സിനിമാ പ്രവർത്തകരുമെല്ലാം. ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഓർത്തഡോക്സ്